നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISLൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ എസ്സി ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം 3 പോയിന്റ് സ്വന്തമാക്കി എന്നത് മാത്രമല്ല, ഒപ്പം ക്ലീൻ ഷീറ്റും നേടിയിരിക്കുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വിജയവഴിയിൽ തിരികെ എത്തി എന്നുള്ളതിൽ ആരാധകർ ഹാപ്പിയാണ്. മിക്കാൽ സ്റ്റാറയെ പറഞ്ഞുവിട്ട് ടീമിൻ്റെ ചുമതല TG പുരുഷോത്തമനെയും തോമസ് ഷോർസിനെയുമാണല്ലോ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ചെറിയ സമയം കൊണ്ട് വലിയ ഒരു റെവല്യൂഷണറി മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അതെല്ലാവർക്കും അറിയാം. അതുതന്നെ നമ്മുടെ കോച്ച് TG പുരുഷോത്തമൻ പറയുന്നുമുണ്ട്. എന്നാൽ തോമസ് ഷോർസിൽ പലർക്കും വലിയ വിശ്വാസമാണ്. അദ്ദേഹം യൂത്ത് ടീമിൽ കാണിച്ച മാജിക് എല്ലാവർക്കും അറിയാം. ഇതിൽ നോഹ് സദോയി പറയുന്നു, തോമസിന് ഞങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഒരു വീക്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് നോഹ് സദോയി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്ത് വ്യത്യാസമാണ് നമുക്ക് തോന്നിയത് സ്റ്റാറയുടെ കീഴിൽ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തോമസിൻ്റെ കീഴിൽ വരുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് കുറച്ചുകൂടി തൻ്റെ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങളിൽ ഒരു ധാരണയുണ്ട് എന്നൊരു തോന്നലാണ്. തൻ്റെ ഡിസ്പോസലിൽ എന്താണുള്ളത് എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി ധാരണയുണ്ട് എന്നൊരു തോന്നലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷനും മറ്റുമൊക്കെ നല്ല രൂപത്തിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് തൻ്റെ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ അത് മനസ്സിലാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പോൾ ഈ കളി ഒരു വലിയ ടെസ്റ്റ് ആയിരുന്നു എന്നൊന്നും നമ്മൾ പറയുന്നില്ല. മുഹമ്മദൻ എസ്സിയെ നേരത്തെയും ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിട്ടുണ്ട്. ലീഗിൽ ഏറ്റവും അവസാനത്തിൽ നിൽക്കുന്ന ടീമാണ് മുഹമ്മദൻ എസ്സി എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഈ വിജയം കാണുമ്പോൾ ആ വിജയം കൊണ്ട് മാത്രം പറയുന്നതല്ല, കോച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഈ സീസണിൽ ഇതുവരെയുള്ള ഗെയിമുകളിൽ ഇല്ലാതിരുന്നൊരു ക്ലാരിറ്റി കോച്ചിനുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ടാകുന്നുണ്ട്. എന്നാലും ഇതൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ്. ഇത് വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ ടീമിനാവട്ടെ, തോമസ് ഷോർസിനാവട്ടെ, TG പുരുഷോത്തമനാവട്ടെ, ബ്ലാസ്റ്റേഴ്സിന് പോസിറ്റീവ് റിസൾട്ടുകൾ ഇനി തുടർച്ചയായിട്ടുണ്ടാക്കാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.